വേണ്ട 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 വേണ്ട. ഈ നാടകങ്ങളൊന്നും മോളെ അച്ഛൻ്റെ അടുത്ത് വേണ്ട. അത് ഇവിടെ ചെലവാവില്ല കേട്ടാ. അച്ഛനറിയാം അച്ഛൻ്റെ മക്കളൊക്കെ ഏത് തരം ജാതിയാണ്. ഇതിപ്പോ എന്താ വെച്ചാൽ അകത്ത് കിടക്കണ ആ തന്തങ്ങട് ചത്ത് കഴിഞ്ഞാൽ സ്വത്ത് മുഴുവൻ എൻ്റെ പേരിലാവും. അപ്പൊ അതിന്റെ വിഹിതം പറ്റാൻ വേണ്ടിയിട്ട് വന്നിട്ടാണ് ഈ വക നാടകം കേടുകൾ. അതൊന്നും എൻ്റെ അടുത്ത് ചെലവാവില്ല. പറഞ്ഞ മനസ്സിലായത്? അച്ഛാ, മണ്ടുന്റെ അച്ഛാ, അച്ഛന്റെ മണ്ടുമോള് കരഞ്ഞു മരിക്കും. ശരിക്കും കരയും. നോക്കറ, നാടകം കളിക്കുന്നല്ല. നോക്ക്, നാണം ഉണ്ടോടാ നാട്ടിൽ? കാണ്ടിന്റെ മുമ്പിൽ പറയുന്നില്ല. ഈ പോലെ വാക്കും കേട്ട് നീയെല്ലാം നടക്കടാ. പേങ്കോന്ത വരുവാനത്രേ. കുഴപ്പമില്ല സത്യേട്ടാ, അത് കളർ താണല്ലോ, അറിയില്ലേ? അതെ, നിങ്ങളുടെ ഒന്നും മനസ്സിലിരിപ്പം നടക്കില്ല. എല്ലാവരും അറിയിക്കൊള്ളണം. ഒക്കെ എന്റെ വീട്ടിൽ നിന്ന്. സത്യ എന്താ ഈ പറയണത്? ഇത് ഒരാൾ അങ്ങടം കൂടെ വെച്ചിട്ട് കിടക്കല്ലേ, ഈ സമയത്താണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. അതെ സുഖതേട്ടാ, ഇത് എന്റെ മണ്ണാണ്. എന്റെ മണ്ണിനകത്ത് നിന്നിട്ട് ഞാൻ എനിക്ക് ഇഷ്ടമുള്ളത് പറയും. സത്യ പറയുന്നത് കേൾക്ക്. നിങ്ങളെ വർത്തനടിക്ക് കേൾക്കണ്ട. നിങ്ങൾ ഈ അച്ഛൻ പറയണ ഭ്രാന്തൊന്നും കേൾക്കണ്ട. എന്താ ചെയ്യേണ്ടത് ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. നീ ആരാടാ? ഈ ആരാ? നിന്റെ മകനാണ് അത് മനസ്സിലായിക്കോ. അത് മകനത് മനസ്സിലായിക്കോ. കാര്യം പറയാതെ പരിസരത്ത് ആൾക്കാരല്ലോ ഇവിടെ വന്നിട്ട് ആവശ്യമില്ല ആൾക്കാർ സ്വത്ത് കിട്ടുമെന്നോർത്ത് അഹങ്കരിക്കാൻ അച്ഛനാണ് ഞാൻ ഇവിടെ എന്റെ മണ്ണ് എന്റെ മണ്ണിലാണ്. ഞാൻ ഒരുപാട് സഹിച്ചിട്ടുണ്ട് ഈ സമയത്ത്. സുരേഷ് മാമോ, കേട്ടില്ലേ ബഹളങ്ങൾ? ഇതാണ് അന്ന് പറഞ്ഞത്. എന്താ ഉള്ളത് വെച്ചെങ്കിൽ എനിക്ക് എന്നെ അങ്ങോട്ട് എഴുതി തരികയെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ബഹളമൊക്കെ വല്ലതും കേൾക്കേണ്ട കാര്യമുണ്ടോ? ഇനിയിപ്പോൾ അനുഭവിച്ചോ? വേണ്ട സമയത്ത് ഒരുത്തിനും നോക്കണ്ടായിരുന്നില്ല, ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ അതാ ചാവാറായെന്ന് പറഞ്ഞിട്ട് കൂടി വന്നിരിക്കുകയാണ്. സുമേഷ് മാമോ, ഇതാ ഇപ്പോഴും നേരമൊന്നും വൈകിട്ടില്ല. എനിക്ക് ആ തള്ളവരിൽ മാത്രം മതി ഒന്ന് ഒപ്പിടാനേ. കേൾക്കുന്നുണ്ടാവുന്നു. സൂതായിട്ട് ഈ സാധനത്തിനെ പിടിച്ചോണ്ട് പോകണ്ടേ? ഇങ്ങനൊരു തന്തയില്ല. ഞാൻ ഉണ്ടാക്കിയത് നിങ്ങൾക്കുണ്ടാവും. ഞാൻ ഉണ്ടാക്കിയ നിങ്ങൾ ഉണ്ടാക്കിയതാണ് ഈ മൂന്നെണ്ണം. ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. സത്യം ഒന്നും എന്റെ മണ്ണെന്ന് എല്ലാവരും അറിയിക്കോ. അതാ നല്ലത് നിങ്ങൾക്ക്. ഞാനൊന്നും ചെയ്തില്ല. ഈ ആദ്യം വർത്താനം പറയുന്നത് എന്റെ മണ്ണിൽ നിന്ന് മര്യാദക്ക് നിങ്ങൾ ഇറങ്ങിക്കോ. അപ്പൊ നിങ്ങൾക്ക് ദോഷം വരില്ല. എന്റെ അച്ഛൻ ഉണ്ടാക്കിയിട്ടുള്ള സ്വത്ത് അച്ഛനുണ്ടാക്കിയ മണ്ണിയാ നന്നാക്കിയാ കുത്തി അടിയിട്ട് നിനക്കട്ടാ. മണ്ടുരച്ച വാക്കുകൾ സൂക്ഷിച്ച് സംസാരിക്കണം. പോലെ സുഖമില്ലായിരിക്കണാണ് അവരെന്താ. ഇയാളെ മേടിക്കും എന്റെ അടുത്ത് നിന്ന്. ഒരു കാര്യം ചെയ്യടാ, പോലീസ് സ്റ്റേഷനിൽ വിളിക്കും. പോലീസിന് പോയത് എന്റെ വീടാണ്. ഇത് എന്റെ വീടാണ്. ഇവിടെ ഞാൻ പറയുന്ന കാര്യങ്ങളെ ഇവിടെ നടക്കൂ. അത് നടത്താൻ ഞാൻ സമ്മതിക്കൂ. കാണാം. ഞാൻ സത്യശീൽ. ഞാൻ എനിക്ക് തോന്നുന്ന പോലെ ജീവിക്കും ഇവിടെ. എന്റെ മണ്ണ് എന്റെ അച്ഛൻ്റെ ചാവട്ടാ. അച്ചടി ചത്ത പിന്നെ ഈ സ്വത്തൊക്കെ എനിക്കാണ്. എന്നോടാണ് കുറക്കാൻ വരുന്നത് ചേറ്റകള്.
ഹലോ, ആരാണ്? ആ കേട്ടോ, പറയും. ആ അതെ ശരിയാണ്. ഓ ഇന്നിപ്പോൾ രാവിലെ ഏകദേശം 8 മണിയായിട്ടുണ്ടാവും. അതെ എന്താ ചെയ്യണത് മനുഷ്യന്മാർ? അതെ അതിപ്പോൾ അറിയില്ലേ, അതിപ്പോൾ ഇവിടെ തീരുമാനമായി വരണല്ലോ. ശ്മശാനത്തിലാണോ വീട്ടുവളപ്പിലാണോ എന്ന് അറിയില്ല. ശരി അപ്പോൾ ശരി. ശീതള എന്നിട്ട് വന്ന് കേട്ടോ, എന്തായി തീരുമാനങ്ങളൊക്കെ? എന്ത്? അല്ല, ഇവിടെയാണോ അതോ ശ്മശാനത്തിലാണോ നടക്കണമെന്ന്? അതിപ്പോൾ എനിക്ക് തീരുമാനിക്കാൻ പറ്റില്ലല്ലോ. വേണ്ടപ്പെട്ടവരില്ലേ, അവരൊക്കെ ആലോചിക്കട്ടെ. ഞാൻ ഒന്നിരിക്കില്ല. പോകേണ്ടവർ പോയി, പിന്നെ ഇപ്പം നമ്മളെന്താ പറയുന്നത്? ഇനിയിപ്പോൾ ദൂരത്തുനിന്ന് ആരെങ്കിലും വരാണ്ടോ? ഇനിയിപ്പോൾ ചന്ദ്രനും കൂടി വരാണ്ട്. അതല്ല, ആ വടക്കര ചന്ദ്രനേ കുഞ്ഞമ്മയുടെ മകൻ. എവിടെയായിരുന്നു സംഭവം? രാവിലെ എന്ത് നല്ല മനുഷ്യനായിരുന്നു. ഈ പെട്ടെന്നല്ലേ മരിച്ചു പോയത്. നമ്മൾ വിചാരിച്ചു മനുഷ്യൻ്റെ കാര്യത്തിൽ തന്നെ ഉള്ളൂ. അത്രയിലൂടാ. കാരണം ഞാനല്ല ഇങ്ങോട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ സന്തോഷമാണ്. ഓ, എന്നെ ഭയങ്കര ജീവനാണെടാ. എപ്പെങ്കിലും എൻ്റെ എന്തെങ്കിലും ആവശ്യത്തിന് ഞാൻ വരില്ലല്ലോ. സ്നേഹമാണ്. ബാക്കിയെല്ലാം കണക്കന്നെ. എനിക്കറിയാം. തമ്മിത്തല്ലാണ്. എനക്ക് കണ്ണെടുത്ത കണ്ടോടാ. ഒരു കാര്യമില്ല. ഞാൻ വന്ന് എന്തെങ്കിലും ചെയ്തു കൊടുക്കും. പറച്ചുകാർ പോയിടാ. ഐശ്വര്യം പോയി വീടിൻ്റെ. അത് തീർന്ന്. ഞാൻ വരൂല്ലേ നീ ഇങ്ങോട്ട്? എന്തിനു വരുന്നു? ഇപ്പോൾ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്. അല്ല, പറച്ച് കാര്യമില്ല. മനുഷ്യന്മാർ ഇത്രയില്ലോ. നാളെ നീ ആയിരിക്കും എന്ന് പറയാൻ. അച്ഛൻ്റെ മരണം ആഗ്രഹിച്ച് നടന്നവനാ. അപ്പം മകൻ്റെ മരണം അച്ഛന് കണ്ടു വന്നു.